Hi everyone. നമ്മൾ കുറച്ച് നേരത്തെ നോക്കിയിരുന്ന തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നോക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ നോർമൽ ലോസ് ആൻഡ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് ആദ്യം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ പ്രോസസ് എ ബി സി 3 പ്രോസസ്സാണ് വരച്ചത്. 3 പ്രോസസ്സിലും നമുക്ക് നോർമൽ ലോസ് വന്നപ്പോൾ നമ്മൾ എൻട്രി ഡെബിറ്റ്സ് ക്രെഡിറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രോസസ് എയിൽ നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് എ 300 യൂണിറ്റ് 600 rupees. To process B, അല്ലെ normal loss account debtor to process B 475 units 1900 rupees. അതുപോലെ to process C, അതായത് normal loss account debtor to process C 728 units 7280 rupees. അത് ഞാൻ ആദ്യം ഇവിടെ എഴുതുന്നു. നോർമൽ ലോസ് അക്കൗണ്ടിൽ to process A, to process B, to process C ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി നോർമൽ ലോസിൽ സാധാരണ നിലയിൽ എന്ത് മാത്രമേ വരാറുള്ളൂ? ഗെയിൻ ഇല്ലാത്ത എബ്നോർമൽ ഗെയിൻ ഇല്ലെങ്കിൽ ഈ വാല്യൂവിന് മുഴുവൻ സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂവിനെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതാറുണ്ട് പതിവ്. പക്ഷെ എബ്നോർമൽ ഗെയിൻ ഉണ്ടെങ്കിൽ എത്ര കണ്ട് എബ്നോർമൽ ഗെയിൻ ഉണ്ടോ അത്ര കണ്ട് എബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സിന്റെ പുറത്തുള്ള സ്ക്രാപ്പ് വാല്യൂ നമുക്ക് നഷ്ടമാണ്. എന്താ എന്റെ കാരണം? എബ്നോർമൽ ഗെയിൻ വരുമ്പോൾ നോർമൽ ലോസ് കുറയും. നോർമൽ ലോസ് കുറയുമ്പോൾ നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറയും. അപ്പൊ എബ്നോർമൽ ഗെയിൻ ഒരു ഭാഗത്ത് ഗെയിൻ ഉണ്ടാവുമ്പോൾ നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്? ആ ഒരു വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു റിഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു എൻട്രി എഴുതാറുണ്ട്. abnormal gain account debtor to normal loss. ഞാൻ abnormal ഗെയിനിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. PPTയിലും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ abnormal gain account debtor to normal loss ഇത് ഏത് കേസിൽ മാത്രമേ വരുള്ളൂ? abnormal gain ഉള്ള കേസിൽ മാത്രമേ വരുള്ളൂ. abnormal loss ഉള്ള കേസിൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. അപ്പൊ abnormal gain account debtor to normal loss എന്നൊരു എൻട്രി വരും. എന്നിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നത് എത്ര അബ്നോർമൽ ഗെയിൻ ഉണ്ടോ അത്രയും യൂണിറ്റ്സ്. എത്ര അബ്നോർമൽ ഗെയിൻ? ഏത് പ്രോസസ്സിൽ അബ്നോർമൽ ഗെയിൻ വന്നിട്ടുള്ളത്? പ്രോസസ് ബിയിലാണല്ലോ. പ്രോസസ് ബിയിലാണ് അബ്നോർമൽ ഗെയിൻ വന്നിട്ടുള്ളത്. പ്രോസസ് എയിലും സിയിലും അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ നമുക്ക് അത് നോക്കേണ്ട കാര്യമില്ല. പ്രോസസ് ബിയിലെ അബ്നോർമൽ ഗെയിൻ 75 യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. 75 യൂണിറ്റ്സിന്റെ വാല്യൂ 1350 ആണ്. നമ്മളപ്പോ നോർമൽ ലോസിലേക്ക് ഇവിടെ എഴുതാൻ പോകുന്നത് അബ്നോർമൽ ഗെയിൻ 75 യൂണിറ്റ്സ് എഴുതി. ഇനി ഈ 75 യൂണിറ്റ്സ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? പ്രോസസ് ബിയിൽ ശരിക്കും 475 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു നോർമൽ ലോസ്. ശരിക്കും പറഞ്ഞാൽ 475 യൂണിറ്റ്സിനും സ്ക്രാപ്പ് വാല്യൂ കിട്ടേണ്ടതായിരുന്നു. പക്ഷെ 75 യൂണിറ്റ്സിന്റെ അബ്നോർമൽ ഗെയിൻ വന്നത് കാരണം അത് കുറച്ചിട്ട് ബാക്കിയുള്ള യൂണിറ്റിനാണ് സ്ക്രാപ്പ് വാല്യൂ കിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 400 rupees 400 യൂണിറ്റ്സിനാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ പ്രോസസ് ബിയിൽ കിട്ടുള്ളൂ. അപ്പൊ ആ 75 യൂണിറ്റ്സിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് എൻട്രി ചെയ്തത്? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് 75 യൂണിറ്റ്സ്. ഇനി പ്രോസസ് ബിയുടെ സ്ക്രാപ്പ് വാല്യൂ 4 rupees ആണ്. ക്വസ്റ്റ്യനിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്ക്രാപ്പ് വാല്യൂ 4 rupees ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പ്രോസസ് ബിയുടെ സ്ക്രാപ്പ് വാല്യൂ 4 per unit. അപ്പൊ 4 rupees വെച്ചിട്ട് 75 യൂണിറ്റ്സിന് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പൊ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസിൽ 75 യൂണിറ്റ്സ് ഇൻറ്റു 4 ആണ് 300 rupees വരെ. ഇനി ബൈ ക്യാഷ് ശരിക്കും ഇത് ബാലൻസിങ് ഫിഗർ എഴുതിയാലും കിട്ടും. പക്ഷെ അത് ഒരു കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാ വരണേ. എങ്ങനെ ഈ ബൈ ക്യാഷ് വരണേ? ഈ ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽ ഓഫ് സ്ക്രാപ്പ് ആണ്. ഈ സ്ക്രാപ്പ് എങ്ങനെയാ വരുന്നത്? പ്രോസസ് എയിൽ 300 യൂണിറ്റ്സ് ഉണ്ട്. ഒരു യൂണിറ്റിന് 2 രൂപ വീതം വെച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്ക്രാപ്പ് വാല്യൂ 2 ആണെന്ന്. അപ്പൊ 300 into 2 പ്ലസ് ഇവിടെ 475 75 യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ ആണ്. അത് കഴിച്ച് ബാക്കി 400 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ 400 into 4 ഉണ്ടോ? ഇവിടെ 728 യൂണിറ്റ്സ് into 10 അതാണ് 728 യൂണിറ്റ്സ് into 10. ഇതെല്ലാം കൂടി കൂട്ടിയതാണ് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്ന 9480. യൂണിറ്റ്സ് എന്ന് പറയുന്നത് 300 plus 400 plus 728. അപ്പോൾ 1428 വരും. ഇനി നോക്കി കഴിഞ്ഞാൽ നോർമൽ ലോസ് രണ്ട് സൈഡും ടാലി ആയി പോവും. നോർമൽ ലോസ് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കണം.
അപ്പൊ നോർമൽ ലോസിൽ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ സാധാരണ പ്രോസസ്സിൽ എഴുതിയിട്ടുള്ള എമൗണ്ട് എടുത്ത് എഴുതി. പിന്നെ അബ്നോർമൽ ഗെയിൻ ഉള്ള കേസിൽ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് എന്ന് പറഞ്ഞുള്ള ഒരു എൻട്രി നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നു. യൂണിറ്റ് കോളത്തിൽ എത്രയാണോ അബ്നോർമൽ ഗെയിൻ ആ വാല്യൂ എഴുതി. എമൗണ്ട് കോളത്തിൽ abnormal gain units is multiplied by the scrap value. ആ വാല്യൂ ഇവിടെ എഴുതി. ഇതിന്റെ അർത്ഥം എന്താ, ശരിക്കും പറഞ്ഞാൽ 9780 റുപ്പീസ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടേണ്ടതാണ്. പക്ഷേ അബ്നോർമൽ ഗെയിൻ വന്നപ്പോൾ 300 റുപ്പീസിന്റെ സ്ക്രാപ്പ് വാല്യൂ കുറഞ്ഞു. അപ്പൊ ഫലത്തിൽ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എത്രയേ കിട്ടിയുള്ളൂ, 9480 റുപ്പീസ് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയുള്ളൂ. ഇതാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, അബ്നോർമൽ ഗെയിൻ വന്നപ്പോ 9780 റുപ്പീസ് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ 300 റുപ്പീസ് കുറഞ്ഞിട്ട് നമുക്ക് എത്രയേ കിട്ടിയുള്ളൂ, 9480 റുപ്പീസേ കിട്ടിയുള്ളൂ. ഇനി നമുക്ക് അബ്നോർമൽ ഗെയിൻ ലോസ് അവസാനം നോക്കാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ട്. പ്രോസസ് ബി അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 2 അബ്നോർമൽ ഗെയിൻ എന്ന് എഴുതിയല്ലോ, 75 യൂണിറ്റ്സ്. അതിന്റെ വാല്യൂ 1350 ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി. ഇനി ഈ എൻട്രി ഇവിടെ വരൂലോ, abnormal gain account debtor to normal loss അല്ലെ, ഈ എൻട്രി വരില്ലേ, abnormal gain account debtor to normal loss. അപ്പൊ നമ്മൾ ആ എൻട്രി ഇവിടെ എഴുതാണ്, ടു നോർമൽ ലോസ്. 75 യൂണിറ്റ്സ് ഇവിടെ എഴുതി, 300 റുപ്പീസ് ഇവിടെ എഴുതി. ഇപ്പൊ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നേ, ശരിക്കും നമുക്ക് 75 യൂണിറ്റ്സിന് അബ്നോർമൽ ഗെയിൻ ഉണ്ടായപ്പോ അതിന്റെ ലാഭം കിട്ടിയത് 1350 ആണ്. പക്ഷെ ആ ലാഭം കിട്ടിയെങ്കിലും ഇങ്ങനൊരു ലാഭം ഇവിടെ വന്നപ്പോ നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറഞ്ഞു. 300 റുപ്പീസ് നോർമൽ ലോസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്ക്രാപ്പ് വാല്യൂ കുറഞ്ഞു. അപ്പൊ 1350 നിന്ന് ആ 300 കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് ആണ് നെറ്റ് ഇൻകം ഫ്രം abnormal gain, that is 1050. This net income is what you transfer to costing P&L account. ഇനി നമ്മൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് നോക്കുന്നു. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പോലെ പ്രോസസ് എയിലും സിയിലും ആണ് അബ്നോർമൽ ലോസ് വരുന്നത്. അബ്നോർമൽ ലോസ് പ്രോസസ് സിയുടെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. അപ്പൊ ഞാൻ ഇവിടെ എഴുതി, ടു പ്രോസസ് എ അക്കൗണ്ട് 200 യൂണിറ്റ്സ് ആണ്, അതിന്റെ വാല്യൂ 2400 റുപ്പീസ്. പ്രോസസ് സിയിൽ 1072, അതിന്റെ വാല്യൂ 4472. അത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. പ്രോസസ് എയുടെയും പ്രോസസ് എയിലെ ഈ വാല്യൂ, പ്രോസസ് എയിലെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് എ 200, 2400. ഇനി പ്രോസസ് സിയില് abnormal loss account debtor to process C 172 units 4472 rupees. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ അബ്നോർമൽ ലോസിനും സ്ക്രാപ്പ് വാല്യൂ കിട്ടും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ ബൈ ക്യാഷ് എഴുതി. ബൈ ക്യാഷ് എന്താ കിട്ടുക, 200 പ്രോസസ് എക്ക് 2 റുപ്പീസ് ആണ്. അപ്പൊ 200 into 2 പ്ലസ് പ്രോസസ് സിക്ക് 10 റുപ്പീസ് ആണ്. അപ്പൊ 172 into 10 അപ്പൊ 200 പ്ലസ് 172 ആണ്, 372 യൂണിറ്റ്സ് ഇവിടെ വരും. വാല്യൂ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 2120 റുപ്പീസ്. അപ്പൊ ഇത് ക്യാഷ് ആയിട്ട് കിട്ടി. ഇനി നോക്കി നോക്കൂ, ഈ പ്രോസസ് അബ്നോർമൽ ലോസ് വന്നപ്പോൾ നമുക്ക് വന്ന മൊത്തം ലോസ് എന്ന് പറയുന്നത് 6872 റുപ്പീസ് ആണ്. പക്ഷേ ഈ ഇതില് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 2120 റുപ്പീസ് കിട്ടി. അപ്പൊ അൾട്ടിമേറ്റ് ലോസ് എത്രയേ ഉള്ളൂ, 4752 റുപ്പീസേ ലോസ് ഉള്ളൂ. ആ ലോസ് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഇത് വരയ്ക്കേണ്ടത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും മനസ്സിലാവത്തുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലി ചോദിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാം, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ്. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നിങ്ങൾ 2 ബാച്ചുകാരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി പ്രോബ്ലം ചെയ്യാനായിട്ട്, ഇതിപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഇനി എൻ്റെ അടുത്ത ക്ലാസ് വരുന്നത് മൺഡേ ആണ്. അപ്പൊ മൺഡേയും കൂടി ലൈക്ക് നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ 1-2 പ്രോബ്ലം കൂടി ഞാൻ മൺഡേ കൂടി എനിക്ക് റിഫ്രഷർ കോഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഇടുക. അതിൽ 1-2 അഡ്ജസ്റ്റ്മെന്റ്സ്, എക്സ്ട്രാ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന പ്രോബ്ലമുകളുണ്ട്. നമ്മൾ അതും കൂടി ഇവിടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെയും കൂടി വീഡിയോ ഇട്ട് തരാം. ട്യൂസ്ഡേ തൊട്ട് നമുക്ക് റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കും. എൻ്റെ റിഫ്രഷർ കോഴ്സ് കഴിയും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ വരാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ഓരോ വീഡിയോയിലും ഓരോ പ്രോബ്ലം ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റാൻഡംലി ചൊവ്വാഴ്ച എൻ്റെ ലൈവ് ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും, അത് ആരോട് പറയുന്നു ഞാൻ ഇപ്പോൾ പറയില്ല, എനിക്ക് അപ്പം തോന്നുന്ന ഒരു 4-5 പേരുടെ പേരെ വിളിക്കും. അവർ വീഡിയോ ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് നിങ്ങളുടെ ബുക്കിൽ ഈ പ്രോബ്ലം ഹോംവർക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള നിങ്ങളിലേക്ക് കാണിച്ചു തരണം.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ 2 പ്രോബ്ലത്തിന്റെ ആൻസർ ഞാൻ മൺഡേ നിങ്ങൾക്ക് മൺഡേയുടെ വീഡിയോന്റെ കൂടെ അല്ലെങ്കിൽ അതിന്റെ PDF അയക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ ആൻസറും കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പക്ഷെ അയച്ചു തരുന്ന ഇപ്പോഴല്ല, മൺഡേ അയക്കുന്നില്ല. കാരണം വെച്ചാൽ മൺഡേയും കൂടി കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അയച്ചു തരാം. മൺഡേ ഞാൻ ആൻസർ അയക്കുന്നില്ല. ട്യൂസ്ഡേ നോക്കട്ടെ നിങ്ങൾ എത്ര പേര് തന്നെ ചെയ്യുന്നുണ്ടെന്ന് നോക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യാനുള്ളത്. പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. ടെക്സ്റ്റ് ബുക്ക് മേടിക്കേണ്ടത് രാമദാസന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, എക്സൽ പബ്ലിഷേഴ്സിന്റെ. ഓക്കെ, അപ്പൊ ആ ബുക്ക് എല്ലാവരും വാങ്ങിക്കാൻ നോക്കുക. എക്സൽ പബ്ലിഷേഴ്സിന്റെ പ്രൊഫസർ പി രാമദാസൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. യൂണിവേഴ്സിറ്റി കുറെ പേര് എന്നോടായി വിനോദിന്റെ ബുക്ക് ആണോ വാങ്ങിക്കേണ്ട, സ്റ്റോറിൽ അതാണ് അവൈലബിൾ എന്ന് പറയുന്നത്. അവരോട് നിങ്ങൾ പറയാ എക്സൽ പബ്ലിഷേഴ്സിന്റെ ബുക്കാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, രാമദാസൻ. നമ്മൾ എല്ലാ കൊല്ലം അതാണ് ഇവിടെ ഫോളോ ചെയ്യാറ്. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അതിലത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് ഈ 8 ക്വസ്റ്റ്യൻ നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഈ സാറ്റർഡേയും സൺഡേക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ചെയ്തോളാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടേ ചെയ്യുമ്പോഴാണ് നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ചെയ്യലുണ്ടാവില്ല. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരെണ്ണം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്തോളൂ. കാരണം വീഡിയോ മൊത്തം വരുന്നത് ഒരു അരമണിക്കൂർ മാക്സിമം വരുള്ളൂ. 15 minutes, 15 to 12 27 minutes വരുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ കൂടി സമയമുണ്ട്. അപ്പൊ സമയത്തിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക. 9ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സാറ്റർഡേയോ സൺഡേയോ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.